ആറന്മുള വള്ളസദ്യ ഏറ്റെടുക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ നീക്കത്തിനെതിരെ പരസ്യ പ്രതിഷേധവുമായി പള്ളിയോട സേവാ സംഘം. ഹോട്ടൽ സദ്യ പോലെ ക്ഷേത്രത്തിനുള്ളിൽ സദ്യ നടത്താൻ അനുവദിക്കില്ലെന്ന് സംഘം. കെഎസ്ആർടിസിയുമായി സഹകരിച്ച് നടത്തുന്ന സദ്യ അടുത്ത വർഷം മുതൽ ഉണ്ടാവില്ലെന്നും പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം വള്ളസദ്യയെ കച്ചവടവൽക്കരിക്കാനല്ല, ജനകീയമാക്കാനാണ് ശ്രമമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് 250 രൂപ നിരക്കിൽ വള്ളസദ്യ നടത്താൻ തീരുമാനിച്ചതോടെയാണ് പള്ളിയോട സേവാ സംഘം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ആറന്മുള വള്ളസദ്യക്ക് കൃത്യമായ ആചാര അനുഷ്ഠാനങ്ങളുണ്ടെന്നും പള്ളിയോട സംഘങ്ങൾ അനിവാര്യമാണെന്നുമാണ് സംഘത്തിന്റെ നിലപാട്. പണം ഈടാക്കി ഹോട്ടലുകളിൽ ഊണ് നൽകുന്നത് പോലെ ആറന്മുള ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ സദ്യ കൊടുക്കാനാണ് ദേവസ്വം ബോർഡ് നീക്കമെന്ന് പള്ളിയോട സേവാ സംഘം ആരോപിക്കുന്നു. സാധാരണ ഹോട്ടലിൽ ചോറ് കൊടുക്കുന്നത് പോലെ 250 രൂപയ്ക്ക് ആറന്മുള ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ ഊണ് കൊടുക്കുന്ന അതിദരിദ്രമായ ഒരു പരിപാടിയാണ് ഈ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുന്നത്. സമ്പന്നമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്നതാണ് ഇത്തരം വികലമായ ചിന്താഗതികൾ. കെഎസ്ആർടിസിയുടെ പാക്കേജിൽ എത്തുന്നവർക്കായി ക്ഷേത്രത്തിന് പുറത്ത് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലാണ് സദ്യ നടത്തുന്നത്. ഈ സദ്യയെ ദേവസ്വം ബോർഡ് പ്രഖ്യാപിച്ച പദ്ധതിയുമായി താരതമ്യപ്പെടുത്താൻ കഴിയില്ലെന്നും അടുത്ത വർഷം മുതൽ ഈ സദ്യ ഉണ്ടാവില്ലെന്നും പള്ളിയോട സേവാ സംഘം അറിയിച്ചു. അതേസമയം ആറന്മുള വള്ളസദ്യയെ കച്ചവടവൽക്കരിക്കാനല്ല, മറിച്ച് ജനകീയവൽക്കരിക്കാനാണ് ശ്രമമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പത്രക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. വള്ളസദ്യ നടത്താനുള്ള നീക്കത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിൻവാങ്ങിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ തീരുമാനം. മീഡിയ 1 പത്തനംതിട്ട.